കാണുന്നുണ്ടോ? Yes, sir. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡീഷൻ തിയറം ഫോർ 3 ഇവൻസ് ആണ്. അഡീഷൻ തിയറം ഫോർ 3 ഇവൻസ് വളരെ സിമ്പിളാണ്. കാരണം 2 ഇവൻസിൻ്റെ അഡീഷൻ തിയറം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ 3 ഇവൻസിൻ്റെ ചെയ്യുന്നത്. ഇഫ് എ ബി സി ആർ എനി 3 ഇവൻസ്, then probability of A union B union C equal to probability of A plus probability of B plus probability of C minus probability of A intersection B minus probability of B intersection C minus probability of A intersection C plus probability of A intersection C. ഇതാണ് റിസൾട്ട്. വളരെ സിമ്പിളാണ് ചെയ്യാനൊക്കെ. അപ്പോൾ നമുക്ക് ബി യൂണിയൻ സീനെ നമുക്ക് ഡി എന്ന് വിളിക്കാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സീനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ഡി എന്ന് എഴുതാം. ഓക്കെ, പക്ഷെ ഇന്നലെ നമ്മൾ പഠിച്ചു അഡീഷൻ തിയറം ഫോർ 2 ഇവൻസ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ഡി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഡി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡി. ഓക്കെ, അത് ഇന്നലെ പഠിച്ച അഡീഷൻ തിയറം ഫോർ 2 ഇവൻസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡീനെ നമുക്ക് മാറ്റി എഴുതാം. ഡി മാറ്റിയിട്ട് ബി യൂണിയൻ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് ഡിക്ക് പകരം പ്രോബബിലിറ്റി ഓഫ് ബി യൂണിയൻ സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡിക്ക് പകരം പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. അപ്പോൾ വീണ്ടും നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് ഈ പ്രോബബിലിറ്റി ഓഫ് ബി യൂണിയൻ സിനെ നമുക്ക് മാറ്റി എഴുതാം അഡീഷൻ തിയറം ഫോർ 2 ഇവൻസ് ഉപയോഗിച്ച്. അപ്പോൾ എങ്ങനെ വരും? പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, വീണ്ടും മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഉണ്ട്. അതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, നമ്മളൊന്ന് മുൻപേ പഠിച്ചാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി ആണ്. ആ ലോ നമ്മളിവിടെ ജസ്റ്റ് റീപ്ലേസ് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. That equal to probability of A plus probability of B plus probability of C minus probability of B intersection C. ഇനി നമുക്ക് ഇത് വീണ്ടും അഡീഷൻ തിയറം ഫോർ 2 ഇവൻസിൻ്റെ പോലെ തന്നെയാണ്. എയ്ക്ക് പകരം എ ഇൻ്റർസെക്ഷൻ ബിയും ബിക്ക് പകരം എ ഇൻ്റർസെക്ഷൻ സിയും ആണ്. അപ്പോൾ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ അത് നമ്മളിങ്ങനെ എഴുതും. ദാറ്റ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് ഈ മൈനസും പുറത്തുള്ള മൈനസും ഉള്ളിലുള്ള മൈനസും കൂടി ചേർന്ന് അത് പ്ലസ് ആവും. പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യം സി വരും. അത് നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ. എ ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ബി എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ സി എന്നാണ്. ഇപ്പോൾ രണ്ടിലും സി ഉള്ളതുകൊണ്ട് ജസ്റ്റ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. സോ ദാറ്റ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് മൈനസും പുറത്തുള്ള മൈനസും ഉള്ളിലുള്ള മൈനസും വെച്ചാൽ പ്ലസ് ആവും. പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes, sir. ക്ലിയർ ആണോ? ഹലോ. Yes, sir. അതായത് നമ്മൾ ഇവൻറ്റിൻ്റെ അഡീഷൻ തിയറം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചു, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് 3 ഇവൻറ്റിൻ്റെ യൂണിയനെ 2 ഇവൻറ്റിൻ്റെ യൂണിയൻ ആക്കിയിട്ട് കണക്കാക്കി. എന്നിട്ട് 2 ഇവൻറ്റിൻ്റെ അഡീഷൻ തിയറം എഴുതി. അതിൽ നമ്മൾ ഡിക്ക് പകരം ബി യൂണിയൻ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തു. ഇവിടെ തന്നെ വീണ്ടും നമുക്ക് അഡീഷൻ തിയറം ഫോർ 2 ഇവൻറ്റ്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബീനെ ഒരു ഇവൻ്റായിട്ടും എ ഇൻ്റർസെക്ഷൻ സീനെ മറ്റൊരു ഇവൻ്റായിട്ട് കണക്കാക്കിക്കൊണ്ട് വീണ്ടും അഡീഷൻ തിയറം ഫോർ 2 ഇവൻറ്റ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി. അത് നമ്മൾ നെഗറ്റീവ് സൈൻ പുറമേക്ക് എടുത്താൽ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം, മനസ്സിലായേ? അതാണ് സ്റ്റെപ്പുകൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അടുത്തത് if the event A, B, C are mutually exclusive, അതായത് ഡിസ്ജോയിൻ്റ് ആണെന്ന് വിചാരിക്കുക, കോമൺ ആയിട്ട് എലിമെൻറ്റ്സ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഈ ഇൻ്റർസെക്ഷൻ ഇല്ല, നൾ സെറ്റ് ആണ്. അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി വരുമ്പോൾ പി ഓഫ് നൾ സെറ്റ് വരും, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി വരുമ്പോൾ നൾ സെറ്റ് വരും, പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി വരുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ് വരും, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി വരുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ആ ഇൻ്റർസെക്ഷൻ വരുന്ന പാർട്ടുകളെല്ലാം പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റായി മാറും, അത് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവിന് ആദ്യത്തെ 3 ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ കൊറോളറി ആദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വീണ്ടും നമുക്കറിയാം വേറൊരു കൊറോളറി, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സിയിൽ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഓൾ കോംപ്ലിമെൻറ്റ്. പക്ഷേ ഡി മോർഗൻ ലോ അപ്ലൈ ചെയ്താൽ നമുക്കറിയാം, സെറ്റ് തിയറിയിൽ നമ്മൾ പഠിച്ച ഡി മോർഗൻ ലോ, ഏറ്റവും അവസാനത്തെ ലോ, അത് അപ്ലൈ ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടും? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഈ ഒരു റിസൾട്ട് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് പ്രോപ്പർട്ടീസിലേക്ക് നമുക്ക് പോവാം. വേറെ ഓക്കെ, കുറച്ച് പ്രോബ്ലത്തിലേക്ക് പോകും. പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പം കിട്ടും. ഇവിടെ ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. എന്താണ് ചോദ്യം? എന്താണ്? കുറച്ച് എളുപ്പമുള്ള ചോദ്യം ആദ്യം ചെയ്യാം. ഇത് നോക്കിയേ, ഈ 13ാമത്തെ ചോദ്യം നോക്കാം. 13ാമത്തെ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, അതുപോലെ പ്രോബബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. ഫൈൻ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, probability of A complement union B complement, then probability of A intersection B complement. അപ്പോൾ തന്നിരിക്കുന്ന പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. ആ 3 നമ്മളിവിടെ എടുത്തെഴുതി. അതിനുശേഷം പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്താണ്? നമുക്കറിയാം, ഡി മോർഗൻ ലോ അപ്ലൈ ചെയ്താൽ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് ആണ്, അല്ലേ? ശരിയല്ലേ? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ്. ഡി മോർഗൻ ലോ പഠിച്ചിട്ടില്ലേ? ഐറിൻ മരിയ എന്താണ് ഡി മോർഗൻ ലോ പറയുന്നത്? 1 minute, sir. ലക്ഷ്മി പ്രകാശ് Yes, sir. എന്താണ് ഡി മോർഗൻ ലോ? Hello. ഡി മോർഗൻസ് ലോ എന്താണ്? Probability of A union B the whole complement. എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ ഡി മോർഗൻ ലോ ഒക്കെ? Hello, sir. എന്താണ് ഡി മോർഗൻ ലോ? എഴുതി പഠിച്ചല്ലേ? sir, ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ നോട്ട് ചെയ്തിട്ടില്ല. അതെന്താ അങ്ങനെ എഴുതാത്തെ?
സർ ഹോസ്പിറ്റലിൽ പോണായിരുന്നു. അപ്പൊ ബോഡി അല്ല, അത് പെയിൻ ഇന്നലത്തെ കാര്യങ്ങൾ. നോട്ടല്ല, അതിന് മുമ്പ് പഠിച്ചല്ലേ ഡി മോർഗൻ ലോ? ആ ക്ലാസ്സിൽ കേറിയിട്ടുണ്ടായിരുന്നില്ല സർ. അത് ശരി, ഒരു ക്ലാസ്സിൽ കയറിയില്ല, ഒരു ക്ലാസ്സിൽ പഠിച്ചില്ല. അതിന് മുന്നത്തെ ക്ലാസ്സൊന്നും കയറിയിട്ടില്ല. അതൊക്കെ കേറിയിട്ടുണ്ട്, നോട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ കയറാത്ത ക്ലാസ്സിൽ എഴുതിയിട്ടില്ലേ, എഴുതിയെടുത്തിട്ടില്ലേ? നോട്ട് ഉണ്ട് സർ. എന്താണ് കയറിയില്ലെങ്കിൽ അത് നമ്മൾ അടുത്ത ദിവസത്തിന് മുമ്പ് സ്വന്തമായിട്ട് പഠിച്ചെടുക്കണ്ടേ? ഒരു ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ ആ ക്ലാസ്സിലെ നോട്ട് എഴുതിയെടുക്കണം. ആ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യം പഠിക്കണ്ടേ? സർ വയ്യായിരുന്നു, ഇന്ന് ടെസ്റ്റിന് പോണായിരുന്നു. എന്താണെങ്കിലും വീട്ടിലല്ലേ ഉള്ളത്. ഒരു ഒരു 1, 2, 3 പേജ് എടുത്ത് പഠിക്കുന്നതിന് ഇപ്പം എന്താ ബുദ്ധിമുട്ടുള്ളത്? ചിന്നുമോൾ, 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 പാർത്ഥസാരഥി, പാർത്ഥസാരഥി, ആൽവിൻ തെരേസ്, ആൽവിൻ. സർ ആൽവിൻ തെരേസ് എന്താണ് ഡി മോർഗൻ ലോ? ഡി മോർഗൻ ലോ എന്താണ്? സെറ്റ്സിന്റെ അങ്ങനെ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ അങ്ങനെ കുറെ തിയറംസ്. ഡി മോർഗൻ ലോ എന്താണ് അത് പറ, അത് മാത്രം പറഞ്ഞാൽ മതി. എന്താണ് സാർ? എന്താണ്? അമൽ പറയ, അമൽ, അമൽ. യെസ് സർ. ഹലോ. ഡി മോർഗൻ ലോ പറ. A intersection B whole complement is equal to A complement union B complement. അതല്ലേ? ഓക്കെ. സർ, A intersection B O complement equal to A complement union B complement, അല്ലെങ്കിൽ A complement intersection B complement equal to A union B all complement അല്ലേ? A union B കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ ഇന്റർസെക്ഷൻ യൂണിയൻ ആവും, യൂണിയൻ ഇന്റർസെക്ഷൻ ആവും അല്ലേ? യെസ് സർ. അപ്പോ ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറയാതിരുന്ന ആരൊക്കെയാ? ലക്ഷ്മി, അതുപോലെ തന്നെ ആൽവിൻ, വേറെ ആരായിരുന്നു? ഐറിൻ മരിയ. അപ്പൊ നിങ്ങൾ ഈ ലോസ് ഒരു 4-5 ലോസ് ഉണ്ട്, സെറ്റ് ഓപ്പറേഷൻസ് അല്ലേ? സെറ്റ് ഓപ്പറേഷൻസ് നമ്മൾ കുറച്ചെണ്ണം ഇല്ലേ, എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ പറയാതിരുന്നവര് നിങ്ങളൊരു 5 പ്രാവശ്യം എഴുതി എനിക്ക് സബ്മിറ്റ് ചെയ്യണം സെറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ? ലക്ഷ്മി, ആൽവിൻ, ഐറിൻ കേട്ടോ? ഓക്കെ. ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതേണ്ടി വരും കേട്ടോ? ഓക്കെ. അപ്പോൾ കാര്യങ്ങൾ നിങ്ങളത് വീട്ടിലിരുന്ന് തറവായിട്ട് പഠിക്കണം. 1 മണിക്കൂർ സമയം മതി. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ പറയണം, പറഞ്ഞില്ലെങ്കിൽ അത് നമ്മൾ ഇമ്പോസിഷൻ എഴുതി അത് പഠിക്കണം കേട്ടോ? അങ്ങനെ എഴുതി പഠിച്ചാലേ ശരിയാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഞാനത് ലോ ചോദിച്ചത് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയാൻ വേണ്ടി ലോ ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കറിയാം, ഇന്നലെ പഠിച്ചൊരു തിയറം ഉണ്ട്. എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്. ആ തിയറം, ആ റിസൾട്ട് ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ്. അതിനെ തന്നെ എങ്ങനെ എഴുതാം? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ. സാന്ദ്ര ടി യു, സാന്ദ്ര ടി യു കാണുന്നുണ്ടോ? ക്ലിയർ ആണോ?
ഇതൊക്കെ പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ കേട്ടോ. ഇതുവരെയുള്ള എല്ലാം പഠിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ 5 പ്രാവശ്യമൊക്കെ എഴുതേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനെ ഇവിടെ നമുക്ക് അഡീഷൻ തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാം. ഓക്കെ, 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇനി ഈ 3 വാല്യൂസ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ പ്രോബ്ലത്തിൽ തന്നുകൊണ്ട് നമുക്ക് ആ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു 1 മൈനസ് -0.3 പ്ലസ് 0.78 മൈനസ് 0.16. അപ്പോൾ അത് കാൽക്കുലേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് 0.08 കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ചോദ്യം ഇതാണ്. പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. വീണ്ടും ഡി മോർഗൻ ലോ അപ്ലൈ ചെയ്താൽ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. അത് വേറെ ഫോമാണ് ഡി മോർഗൻ ലോയുടെ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ്. അതിനെ വീണ്ടും നമുക്ക് ഇന്നലെ പഠിച്ച ഒരു റിസൾട്ട് ഉപയോഗിച്ച് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു 1 മൈനസ് 0.16 ഈക്വൽ ടു 0.84. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. അടുത്ത ചോദ്യം ഇതാണ്. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് അതായത് ഒരു ഫോർമാറ്റ് ഞാൻ എഴുതാം അവിടെ. ആ ഫോർമാറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്റ്റെപ്പിലേക്ക് വരിക. ഒരു ചിത്രം വരച്ച് കാണിക്കാം. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഒരു ഫിഗർ കൺസിഡർ ചെയ്യേ. ഇത് ബി ആണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇത് എയും ഇത് ബിയും ആണ്. അങ്ങനെ ആകുമ്പോൾ ഈ പാർട്ട് ഏതാണ്? എയിൽ നിന്ന് ഈ പാർട്ട് നമുക്കറിയാം എ ഇന്റർസെക്ഷൻ ബി ആണ്, എ ബി ആണ്. അപ്പോൾ ഈ പാർട്ട് എന്ന് പറയുന്നത് എയിൽ നിന്ന് എ ബി കുറച്ചതാണ്. മനസ്സിലായില്ലേ? അതായത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എയിൽ നിന്ന് എ ബി കുറച്ചതാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ എയിന് നമുക്ക് എങ്ങനെ എഴുതാം? എയിന് നമുക്ക് 2 ഏരിയയുടെ സമ്മായിട്ട് എഴുതാം. ഇതിൻ്റെയും സമ്മായിട്ട് എഴുതാം. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അഥവാ എ മൈനസ് എ ബി. എയിൽ നിന്ന് എ ബി കുറയ്ക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഇത് ശരിക്കും എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. മനസ്സിലല്ലേ? അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ ബി. ശരിയല്ലേ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഈ യെല്ലോ റീജിയൻ എന്ന് പറയുന്നത് ഈ എയുടെ മൊത്തം റീജിയണിൽ നിന്ന് എ ബിയുടെ റീജിയൻ്റെ പ്രോബിലിറ്റി കുറച്ചതിന് തുല്യമാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രോബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പോൾ അതിനെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0.14 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് പിടികിട്ടിയോ? പാർത്ഥസാരഥി റോസ് വിജു കേൾക്കുന്നില്ലേ? മൃദുല എയു ഹലോ
ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല ആർക്കും? Yes, sir. Yes, sir. ആ, പിന്നെ അവരെന്താണ് റെസ്പോണ്ട് ചെയ്യാത്തത്? സാന്ദ്ര മരിയ ഉണ്ടോ? സാന്ദ്ര മരിയ, ആൽബിൻ പൗലോസ്. Yes, sir. Correct. ആ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ പ്രോബ്ലം ക്ലിയർ ആണോ? അതാണ് ചോദിച്ചത്. സർ ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചിലർ വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല, നമ്മൾ കാണുന്നില്ലല്ലോ. ഒന്നെങ്കിൽ ക്ലാസ് വീഡിയോ ഓൺ ആക്കിയിട്ട് എവിടെ മാറി ഇരിക്കുന്നുണ്ടോ? ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നുണ്ടോ? മൃദുല എന്തായാലും. അപ്പോൾ നമ്മൾ അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഈ ഒരു പ്രോബ്ലം 14. Problem 14, the probability that a student passes statistics test is 2/3. And the probability that he passes both statistics and mathematics is 14/45. Statistics പാസ്സാനുള്ള പ്രോബിലിറ്റി 2/3, സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും പാസ്സാനുള്ള പ്രോബിലിറ്റി 14/45. പിന്നെ ദ പ്രോബിലിറ്റി ദാറ്റ് ഹി പാസസ് അറ്റ്ലീസ്റ്റ് 1 ടെസ്റ്റ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പാസ്സാനുള്ള പ്രോബിലിറ്റി 4/5. ദെൻ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഹി പാസസ് മാത്തമാറ്റിക്സ് ടെസ്റ്റ്? അപ്പോൾ അങ്ങനെയാണ് മാത്തമാറ്റിക്സ് പാസ്സാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ടും പാസ്സാനുള്ള പ്രോബിലിറ്റി തന്നിട്ടുണ്ട് 14/45. സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം പാസ്സാനുള്ള പ്രോബിലിറ്റി 2/3. ഏതെങ്കിലും ഒന്ന് പാസ്സാനുള്ള പ്രോബിലിറ്റി 4/5. അപ്പോൾ രണ്ടും എന്ന് പറഞ്ഞാൽ A ഇൻ്റർസെക്ഷൻ B 14/45. സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം പാസ്സാണുള്ളത് 2/3, പ്രോബിലിറ്റി ഓഫ് A = 2/3. സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പാസ്സാനുള്ള പ്രോബിലിറ്റി 4/5. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് B ആണ്. ഇപ്പം B എന്ന് പറയുന്നത് ഹി പാസസ് മാത്തമാറ്റിക്സ് ടെസ്റ്റ്, A എന്ന് പറയുന്നത് ഹി പാസസ് സ്റ്റുഡൻറ്റ് പാസസ് സ്റ്റാറ്റിസ്റ്റിക്സ് ടെസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തു. അങ്ങനെയാകുമ്പോൾ പ്രോബിലിറ്റി ഓഫ് B ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അഡീഷൻ തിയറം ഉപയോഗിക്കാം. അഡീഷൻ തിയറത്തിൻ്റെ റിസൾട്ട് എന്താണ്? പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ B = പ്രോബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബിലിറ്റി ഓഫ് B മൈനസ് പ്രോബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B ആണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4/5 പ്ലസ് 2/3 പ്ലസ് P ഓഫ് B മൈനസ് 14/45. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോബിലിറ്റി ഓഫ് B എന്ന് പറയുന്നത് എന്താണ്? 70/135 ആണ്. ഓക്കെ, ഈ പ്രോബ്ലം ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, അടുത്ത ഒരു പ്രോബ്ലം 12ാമത്തെ പ്രോബ്ലം. ഇൻ എ സ്വിമ്മിംഗ് റേസ് the odds that A will win are 2-3 and the odds that B will win are 1-4. okay, അപ്പോൾ റേഷ്യോ ആണ്, ഓഡ്സ് റേഷ്യോ അല്ലേ? എയുടെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 2-3 ആണ്, അതായത് 2/2 + 3, അതെന്താണ്? 2/5. B വിൻ ചെയ്യാനുള്ള 1-4 ആണ്, അതായത് 1 ഔട്ട് ഓഫ് 1 and 4, അതായത് 1/1 + 4, ദാറ്റ് ഈസ് 1/5. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് A എന്ന് പറഞ്ഞാൽ 2/5 ഉം പ്രോബിലിറ്റി ഓഫ് B എന്ന് പറഞ്ഞാൽ 1/1 + 4, ദാറ്റ് ഈസ് 1/5 ആണ്. ഇവിടെ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് കാണുന്നുണ്ട്, അത് നിങ്ങളത് മനസ്സിലാക്കി മാറ്റി എഴുതിയാൽ മതി നിങ്ങൾ എഴുതുമ്പോൾ.
ഇനി കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഓഡ്സ് ദാറ്റ് എ ഓർ ബി, എ അല്ലെങ്കിൽ ബി വിൻസ് ദ റേസ്. ഓർ ബി, ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ എ വിൻ ചെയ്യുക അല്ലെങ്കിൽ ബി വിൻ ചെയ്യുക. ഇനി നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഡിസ്റ്റോയിൻ്റ് ആയിട്ട് കണക്കാക്കാം. കാരണം രണ്ടും രണ്ട് ആളുകളാണ്. അതിൽ പ്രത്യേകിച്ച് എന്താണ് ഇൻ്റർസെക്ഷൻ പാർട്ട് വരുന്നത്. എയും ബിയും വിൻ ചെയ്യുക എന്നുള്ളത് എന്താണ് അതിൽ പ്രസക്തിയില്ല. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആയിട്ടാണ് എയിനെയും ബിനെയും കണക്കാക്കുക. കാരണം രണ്ടും രണ്ട് ഗെയിമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. പക്ഷേ എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പാർട്ട് എഴുതണ്ട. അപ്പോൾ ജസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് മാത്രം എഴുതാം. അപ്പോൾ 2/5 പ്ലസ് 1/5 ദാറ്റ് ഈക്വൽ ടു 3/5. സോ എന്താണ് ഓഡ്സ് ദാറ്റ് എ ഓർ ബി വിൻസ് ആർ 3 to 5. കാരണം രണ്ടും കൂടി കൂടിയിട്ട് 5 ആണ്. അപ്പോൾ വിൻ ചെയ്യാനുള്ളത് 3 ആണ് കിട്ടിയത്. 3/5 എന്നാണ് കിട്ടിയിരിക്കുന്നത് പ്രോബബിലിറ്റി. അപ്പോൾ നമുക്ക് ഓഡ്സ് എങ്ങനെ എഴുതാം? 3 to 2 എന്ന് എഴുതാം. മനസ്സിലായില്ലേ? 3 to 2. അപ്പോൾ അതൊരു വെറൈറ്റി പ്രോബ്ലം ആണ്. ഇനി പുസ്തകത്തിൽ മറ്റ് പ്രോബ്ലം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. കാരണം വെച്ചാൽ അത് നിങ്ങൾക്ക് സിമ്പിൾ പ്രോബ്ലംസ് ആദ്യം കണ്ടു പോവാം. ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു 3 പ്രോബ്ലം ഉണ്ട്. ഇവിടെ ഇന്നലത്തെ ഒരു ബാക്കി പ്രോബ്ലം അവിടെ ഉണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്താന്ന് തോന്നുന്നു അല്ലേ? ഈ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലേ? ആണോ? ഇല്ല, ഇതേമാതിരി വേറെ ആരും ചെയ്തിട്ടുണ്ട് അല്ലേ? വേറെ ആരും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. എ ബോക്സ് കണ്ടെയ്ൻ 5 red, 3 white and 6 blue balls. If 3 balls are drawn at random, determine the probability that all 3 are blue. രണ്ടാമത്തെ ചോദ്യം 2 are red, 1 is white. മൂന്നാമത്തെ ചോദ്യം 1 of each color is drawn. അപ്പോൾ ഇന്നലെ പഠിച്ച കോമ്പിനേഷൻ്റെ ഒരു റിസൾട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ എന്താണ് 3 ബോക്സ് ഉണ്ട്. ആ 3 ബോക്സിലും കൂടി ഒന്നാമത്തെ ബോക്സിൽ 5 റെഡ്, രണ്ടാമത്തെ ആ ബോക്സ് ഒരു ബോക്സ് ഉണ്ട്. അതിൽ 3 ഐറ്റംസ്, 3 ടൈപ്പ് ബോൾസ് ഉണ്ട്. അതിൽ 5 റെഡ് ബോൾസും 3 വൈറ്റ് ബോൾസും 6 ബ്ലൂ ബോൾസും ആണുള്ളത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നതാണ്, നമ്മൾ 3 ബാൾ എടുത്തു കഴിഞ്ഞാൽ ആ 3 എണ്ണത്തിൽ 3 ബ്ലൂ ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അല്ലെങ്കിൽ 2 എണ്ണം റെഡും 1 എണ്ണം വൈറ്റും ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അല്ലെങ്കിൽ 3-ൽ ഓരോന്നും വ്യത്യസ്ത കളറാകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം 3 ബ്ലൂ ആകണമെങ്കിൽ അത് 6 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം ആവണം. അത് എത്ര പോസിബിൾ വേസ് ഉണ്ട്? 6C3 വേസ് ഉണ്ട്. C3 ways.
So the probability of getting 3 blue balls from this box is 6C3C divided by 14C3, that is 5 by 91. Okay. Then രണ്ടാമത്തെ കേസ് 2 റെഡ് ബോളും 1 വൈറ്റ് ബോളും. അപ്പോൾ 2 റെഡ് ബോൾ എത്ര ബേസിൽ സെലക്ട് ചെയ്യാം? 5C2 ബേസിൽ സെലക്ട് ചെയ്യാം. ഒരു വൈറ്റ് ബോൾ 3C1 ബേസിലും. 5C2 into 3C1 divided by 14C3, that is 15 by 182. അതുപോലെ തന്നെ മൂന്നാമത്തെ കേസ് 1 ഓഫ് ഈച്ച് കളർ എന്ന് പറഞ്ഞാൽ എന്താണ്? 5C ഇവിടെ 5C2 എന്നാണ് തന്നിരിക്കുന്നത്. 5C2 അല്ല കേട്ടോ, 5C1 into 3C1 into 6C1 divided by 14C3. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രോബബിലിറ്റി. ഇനി അടുത്തൊരു പ്രോബ്ലം. എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ വെൽ ഷഫിൾഡ് പാക്ക് ഓഫ് പ്ലേയിങ് കാർഡ്സ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ്. അപ്പോൾ ഒരു കാർഡ് എടുത്തു ഒറ്റ ഒരെണ്ണം. 52 എണ്ണം ഉണ്ട് ഒരു കാർഡിൻ്റെ പാക്കറ്റിൽ അല്ലേ? എത്ര സ്പേഡ് ഉണ്ടാവും? ഒരു കാർഡിന്റെ പാക്കറ്റ് എത്ര സ്പേഡ് ഉണ്ട്? 13 അല്ലേ? 13. ഓക്കെ, അപ്പോൾ എ കാർഡ് ഈസ് ഡ്രോൺ. വാട്ട് ഈസ് എ പ്രോബബിലിറ്റി? ഇറ്റ് ഈസ് എ ക്ലബ്ബ്. രണ്ടാമത്തെ ചോയ്സ് ഇറ്റ് ഈസ് എ കിങ്. മൂന്നാമത്തെ ചോയ്സ് ദ ഏസ് ഓഫ് സ്പേഡ്. മറ്റേ ഫോൺ ഏസ് ഓഫ് സ്പേഡ്. അപ്പോൾ ക്ലബ്ബ് 13 ആയിട്ട് അതിൽ നിന്ന് ഒരു കാർഡ് 13C1 ബേസിൽ സെലക്ട് ചെയ്യാം. ആ 52 നിന്ന് ഒരെണ്ണം 52C1 ബേസിൽ. അങ്ങനെയാകുമ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ കേസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസ് എന്ന് പറയുന്നത് 13C1 ഡിവൈഡ് ബൈ 52C1, ദാറ്റ് ഈക്വൽ 13 by 52. ഇനി രണ്ടാമത്തെ എ കിങ് ആണ്. എത്ര കിങ് ഉണ്ടാവും? ഒരു കാർഡിന്റെ പാക്കറ്റില്? 4. എത്ര കിങ് ഉണ്ടാവും? ഹലോ മൃദുല, അപ്പോ 4 കിങ് ഉണ്ടാവും. 4C1 ബേസിൽ സെലക്ട് ചെയ്യാം. 4C1 52 എണ്ണത്തിൽ നിന്ന് പറഞ്ഞാൽ 52C1 ബേസിൽ. അപ്പോൾ 4 by 52. ഓക്കെ, ഇനി അടുത്തത് ദ ഏസ് ഓഫ് സ്പേഡ് എന്നാണ്. സ്പേഡിന്റെ ഏസ്. അപ്പോൾ നമുക്കറിയാം. ഹലോ, ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് 1 by 52. അപ്പോൾ അതിൽ സെലക്ഷൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് 1 by 52. അപ്പോൾ ആ ഒരു പ്രോബ്ലം അങ്ങനെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കോമ്പിനേഷനൊക്കെ ഉപയോഗിച്ച് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അടുത്താണ് ഇന്ന് ഡിസ്കസ് ചെയ്തതിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഇവിടെ തന്നിട്ടുണ്ട്, ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്ത പ്രോബ്ലം തന്നെയാന്ന് തോന്നുന്നു അല്ലേ? തൊട്ട് മുമ്പ് ചെയ്തത് തന്നെയല്ലേ? അതെ അല്ലേ? ആ പ്രോബ്ലം തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതും ആ പ്രോബ്ലം തന്നെയാണെന്ന് നോക്കട്ടെ. അത് തന്നെയാണെന്ന് തോന്നുന്നു. സെയിം പ്രോബ്ലമാണ്. അപ്പോൾ അതും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. അടുത്ത പ്രോബ്ലം
ഈ പ്രോബ്ലം നമ്മൾ നേരത്തെ കണ്ടതാണ്. നോക്കട്ടെ. ഇല്ല, അത് പ്രോബ്ലം ആയിട്ട് നമ്മൾ ചെയ്തില്ല, അതിൻ്റെ ജസ്റ്റ് എക്സ്പ്രഷൻ എഴുതി. എ പ്രോബ്ലം ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഗിവൺ ടു 3 സ്റ്റുഡൻസ് എ, ബി ആൻഡ് സി, whose chances of solving it are 1/2, 3/4 and 1/4 respectively. What is the probability that the problem will be solved? അപ്പോൾ ആരെങ്കിലും ഒരാൾ സോൾവ് ചെയ്താൽ മതി. 3 പേരുണ്ട് ഇവിടെ, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാൾ സോൾവ് ചെയ്താൽ പ്രോബ്ലം വിൽ ബി സോൾവ്. ആരാണോ ആദ്യം ചെയ്ത് തീർക്കുന്നത് അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്ത് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. ഓരോരുത്തരും സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. എന്താണ്? എ സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/2, ബി സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 3/4, സി സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/4. അപ്പോൾ അതിനെ 3 നമ്മൾ എ, ബി, സി എന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ദ പ്രോബ്ലം വിൽ ബി സോൾവ് ബൈ സ്റ്റുഡൻറ് എ. ബി എന്ന് പറഞ്ഞാൽ ദ പ്രോബ്ലം വിൽ ബി സോൾവ് ബൈ സ്റ്റുഡൻറ് ബി. സി എന്ന് പറഞ്ഞ ഇവന്റ് എന്താണ്? ദ പ്രോബ്ലം വിൽ ബി സോൾവ് ബൈ ഇവന്റ് സി. അപ്പോൾ അതിവിടെ റെപ്രസെന്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആരെങ്കിലും ഒരാൾ സോൾവ് ചെയ്താൽ മതി. അപ്പോൾ എ യൂണിയൻ ബി യൂണിയൻ സി, ഓർ എന്നുള്ള അർത്ഥത്തിലാണ്, എ ഓർ ബി ഓർ സി. അപ്പോൾ ദാറ്റ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഓൾ കോംപ്ലിമെന്റ്. ദാറ്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ്. ഇനി ഇത് ഇൻഡിപെൻഡന്റ് ആണ് അല്ലേ, 3 പേരാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ ഇത് എഴുതും. ഇവിടെ അത് എഴുതിയിട്ടില്ല, പക്ഷെ നിങ്ങൾ ഓർക്കുക എങ്ങനെയാണ് എഴുതേണ്ടത്. 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ പകരം ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി കോംപ്ലിമെന്റ്. അപ്പോൾ 1 മൈനസ് ഞാൻ ഇവിടെ എഴുതാം. അവിടെ സ്റ്റെപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്നത്. എന്നിട്ട് ഇതിന് പകരം നമുക്ക് ഇനി എങ്ങനെ എഴുതാം? 1 മൈനസ് പി ഓഫ് എ ഇൻറ്റു 1 മൈനസ് പി ഓഫ് ബി ഇൻറ്റു 1 മൈനസ് പി ഓഫ് സി. ഇങ്ങനെ എഴുതാം. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 1 മൈനസ് പി ഓഫ് എ തന്നെ 1 മൈനസ് 1/2, 1 മൈനസ് പി ഓഫ് ബി തന്നെ 1 മൈനസ് 3/4, 1 മൈനസ് പി ഓഫ് സി തന്നെ 1 മൈനസ് 1/4. അതിവിടെ കൊടുക്കുമ്പോൾ 29/32 എന്ന് കിട്ടും. ഇത് നിങ്ങളതൊക്കെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വെരിഫൈ ചെയ്ത് എഴുതണം കേട്ടോ എഴുതുമ്പോൾ. അടുത്തൊരു ചോദ്യം ഇതാണ്. If 2 dice are thrown, what is the probability that the sum is equal to 9? അപ്പോൾ 2 ഡൈസ് ടോസ് ചെയ്താൽ മൊത്തം എത്ര ഔട്ട്കം ഉണ്ടാവും? 2 ഡൈസ് ടോസ് ചെയ്ത് എത്ര ഔട്ട്കം ഉണ്ടാവും? ഇതാണ് ഔട്ട്കംസ് അല്ലേ. 1 1 1 2 1 3 1 4 1 7 ഇല്ലല്ലോ, ഇതല്ല 1 1 1 2 1 3 1 4 1 5 1 6
പിന്നെ 2 1 2 2 2 3 അങ്ങനെ 6, അങ്ങനെ അവസാനം 6 1 6 2 6 6 വരെ. അപ്പോൾ 36 ഐറ്റംസ് ഉണ്ടാവും. അതിന് സമ്മ് 9 വരുന്ന കേസ് ഇതിൽ ഏതൊക്കെയായിരിക്കും? ഈ കാണിച്ചിരിക്കുന്നത് 3 6 6 3 4 5 5 4. അപ്പോൾ 4 ഫേവറബിൾ കേസാണുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 4/36. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലാകാത്തുണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പം തന്നെ നമുക്ക് പറഞ്ഞു പോവാം. പിന്നെ ലീപ്പ് ഇയർ ഉണ്ട്. അത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ പ്രോബ്ലം ഈ ബുക്കിലും കാണിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരു പ്രോബ്ലം. Let A and B 2 events associated with an experiment, and suppose that probability of A equal to 0.5, probability of A or B equal to 0.8, and probability of B equal to P. വാല്യൂ തന്നിട്ടില്ല. For what values of P are A and B are independent? അപ്പോൾ അത് നമ്മൾ ഇൻഡിപെൻഡൻസിൻ്റെ കൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ മിക്കവാറും ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ഓക്കെ. അപ്പോൾ അത് നമ്മൾ ആ കൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം അടുത്ത പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നമ്മളിന്ന് കുറച്ചധികം പ്രോബ്ലംസ് കണ്ടു അല്ലേ? പിന്നെ ഇതിൽ കുറച്ച് പ്രോബ്ലംസ് 1 2 3 പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റി ഇൻഡിപെൻഡൻസിന് കിടക്കുന്നതിന് മുമ്പ് ഈ പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. നമ്മൾ ഇന്ന് കണ്ട എല്ലാ പ്രോബ്ലംസും 12 ഉണ്ട്, 13 ഉണ്ട്, 14 ഉണ്ട്. അതുപോലെ തന്നെ 3 ഇവൻറ്റിൻ്റെ അഡീഷൻ തിയറം, അതിൻ്റെ 2 കൊറോളറി ഈ ബുക്കിൽ നിന്നാണെങ്കിൽ പ്രോബ്ലം 3 2 3 പിന്നെ 6 7 അത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ടിൽ എഴുതുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക കേട്ടോ. ഇന്ന് അത്ര മതി. ഇനി മൾട്ടിപ്ലിക്കേഷൻ തിയറോ ഇൻഡിപെൻഡൻസ് ഒക്കെയാണ്. അത് അടുത്ത നാളെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇത് ഞാനിത് നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ടുണ്ട്.